ഇഷ്ടമായി നമ്മുടെ അറിഞ്ഞത് ബാലു. ഞാൻ പറയണേ അല്ല, ഇത്ര നല്ല വൈബുള്ള സ്ഥലത്ത് ഏറ്റവും എന്താ മലയാള സിനിമയിലെ ഇൻട്രോവേർട്ടിന് കൊണ്ടുവന്ന് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരത്തിന്റെ സ്വന്തം മെഷീനെ വെച്ചിട്ടാണ് ഒരു പടം ചെയ്തേക്കുന്നത്, സുമതി വളവ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ, അതായത് ഉടനെ തിയേറ്ററിൽ വരുന്നതായിരിക്കും. നിങ്ങൾ ആരെയും നിരാശപ്പെടുത്തത്തില്ല, അത് കമ്പനിയുടെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ വലിയ സപ്പോർട്ട് ചെയ്യാം. ഒരുപാട് നല്ല പാട്ടുകൾ രഞ്ജൻ രാജ് നമ്മുടെ പാട്ടത്തിൽ വെച്ചിട്ടുണ്ട്, അടിച്ച് പൊളിക്കാനുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ ചേട്ടന്മാരെ ആ പാട്ടുകളൊക്കെ പഠിക്കാൻ റെഡിയായിട്ട് നമ്മുടെ വരുന്നു. ഞാൻ ടീമിനെയും കൊണ്ടുവരുന്നു, നമുക്ക് ഒരുമിച്ചൊന്ന് വൈബ് ചെയ്യാൻ കൂടി. അതേപോലെ ഒന്നും വേണ്ട, നമ്മൾ വരുന്നു നമ്മുടെ ആൾക്കാർ ക്യാമറ ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അർജുന ഷോ ശരിക്കും നമ്മൾ എനിക്കും പാലിച്ചേട്ടന് ഇറങ്ങാൻ പറ്റാത്ത വെച്ചാൽ നമ്മള് അലമ്പിക്ക് കഴിഞ്ഞാൽ ഏത് സെൻസിലെ ആൾക്കാർ എടുക്കുന്നില്ല. പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാവരും അടിച്ചില്ല. സിനിമയെ പറ്റി രണ്ടു വാക്ക് അർജുൻ ബ്രോ പറയും. ഞാൻ പറയാം, പക്ഷെ ബാക്കിൽ സംസാരിക്കുന്നുണ്ട്. സൈലൻസ്. സൂതി വളവ് അഭിലാഷ് ചേട്ടൊക്കെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് സ്വന്തം കക്ഷി. അപ്പോൾ അതിനെ വെച്ചിട്ട് ആ ഒരു വ്യക്തിനെ വെച്ചും ആ വളവിനെ വെച്ചും നമ്മളൊരു പടം ചെയ്തിട്ടുണ്ട്. വരും ഇവര് മേജറായിട്ട് ഇവര് ചേട്ടൻ്റെ ഒരു ഗംഭീര മേക്കിംഗ് ആണ് പടം. അതിനാണ് ഇപ്പൊ സമയം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും പിന്നെ നല്ല ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുക തിയേറ്ററിൽ ഈ പടം കാണാനായിട്ട്. അപ്പൊ എല്ലാവരും വന്ന് തിയേറ്ററിൽ ഈ പടം കാണണം. കാരണം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും തിയേറ്ററിൽ നിന്ന് കിട്ടാൻ പോണത്. അപ്പോൾ യക്ഷിയും പരിപാടിയും പ്രേതങ്ങളും ഭൂതങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറെ തമാശ. പിന്നെ ബാക്കി ബാലചേട്ടൻ പറഞ്ഞു. ബാലചേട്ടൻ മുത്താണ്. അല്ല, എല്ലാരും പറഞ്ഞു പറഞ്ഞ പോലെ തിരുവനന്തപുരത്തിന്റെ സ്വന്തം യക്ഷി. ആ യക്ഷിയുടെ ആ നാട്ടിൽ തന്നെയാണ് നമ്മുടെ പ്രൊമോഷന്റെ ആദ്യത്തെ പടി തുടക്കം. ഇവിടെ നിന്നാണ് നമ്മൾ അടിച്ചു പിടിച്ചാണ് തുടങ്ങിയേക്കുന്നത്. സോ പടം ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്നത് ഒരു ബിഗ് ബഡ്ജറ്റ് പടം എന്നൊക്കെയാണ് നമ്മൾ ശരിക്കും അവകാശപ്പെടുന്നത്. ശരിക്കും വലിയ ബഡ്ജറ്റായ സിനിമയാണ്. അതിന് ബഡ്ജറ്റ് ആയത് തന്നെയാണ്. എൻ്റെ ടെക്നിക്കൽ സൈഡിലാണ് നമ്മൾ അത്രയും പൈസ മുടക്കിയിരിക്കുന്നത്. അത്രയും രസകരമായിട്ടുള്ള പരിപാടികൾ കാണാനുണ്ട്. ഇതൊരു മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. അല്ലാതെ പിന്നീട് OTT ഒന്ന് കണ്ട് ആ ഒരു സുഖം നമുക്ക് കിട്ടുമെന്നൊക്കെ പറയാൻ പറ്റില്ല. അത്രയും രസമായിട്ട് നമ്മൾ വർക്ക് അത്രയും ചെയ്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി പടം എല്ലാ തിയേറ്ററിൽ കാണാം. അടിപൊളിയായിരിക്കും. സോ താങ്ക് യു. നിങ്ങൾ ഇത്രയും നല്ലൊരു വൈബ് നമുക്ക് അഭിലാഷിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാം. എന്താണ് അഭിലാഷിനെ പറ്റി പ്രത്യേകിച്ച് പറയണ്ട. തൊട്ടതെല്ലാം പൊന്നാക്കിയ മലയാളത്തിന്റെ പ്രിയ സ്ക്രിപ്റ്റ് റൈറ്ററാണ് അഭിലാഷ്. പ്രത്യേകിച്ച് മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ 100 കോടി ക്ലബ്ബിൽ കയറിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അഭിലാഷ്. അതെ,
അതായത് ഇത്രേ ഉള്ളൂ. മാളികപ്പുറത്ത് ശേഷം ഞങ്ങൾ ഒന്നിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് സുമതിയോട് ചെയ്തിരിക്കുന്നത്. 85 ദിവസം കൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇതിന് മുന്നത്തെ എല്ലാ സിനിമകളും 50 ദിവസം കൂടെ തീർത്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ 86 ദിവസം കൂടെ ഷൂട്ട് ചെയ്തു. ഏകദേശം 10-15 കോടിയോളം ചിലവാക്കിയാണ് സിനിമ ചെയ്തിരിക്കുന്നത്. വെള്ളം എന്നുള്ള സിനിമ നമ്മളൊക്കെ കാണണം. അതിൻ്റെ നിർമ്മാതാവായ മുരളിച്ചേട്ടനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കുറേ അധികം താരങ്ങൾ, ഇപ്പോൾ ഈ കണ്ടവർ മാത്രമല്ല, കുറേ അധികം താരങ്ങളുള്ള സിനിമയാണ്. ഏകദേശം 37 ആക്ടേഴ്സ് ഒരുമിച്ചിരിക്കുന്ന ഒരു സിനിമ. 93 കാലഘട്ടത്തിലാണ് സിനിമ നടക്കുന്നത്. 60കളുണ്ട്. 90 കാലഘട്ടം എടുത്തു പറയാൻ കാരണം ഒരുപാട് ഹിറ്റ് സിനിമകൾ നമുക്ക് കിട്ടിയത് വർഷമാണ്. മണിച്ചേട്ടനാണെങ്കിലും ഏകലവ്യനാണെങ്കിലും വേലപ്പനാണെങ്കിലും ഒക്കെ കിട്ടിയ ഈ സിനിമകളൊക്കെ തന്നെ ഞങ്ങൾ ഒരു ട്രിബ്യൂട്ട് പോലെ സിനിമയിൽ നമ്മൾ പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ ഒരു നൊസ്റ്റാൾജിയ കിട്ടുന്ന ഒരു സിനിമയും കൂടെ ആയിരിക്കും സുമതിയുള്ളത്. ഇപ്പോൾ ഈ സിംഗിൾ പ്രസംഗ സോങ് മറ്റേ കൊലവറി കേട്ടപ്പോൾ ഞാൻ പറയുന്നു, ഈ സിനിമയിൽ ഒരു പാട്ടുണ്ട്, സിംഗിൾ പ്രസംഗ സോങ് പോലെ തന്നെ നമുക്ക് അടിക്കാൻ പറ്റുന്ന ഒരു പാട്ടുണ്ട്. അത് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഈ മാനവേദത്തിലേക്ക് വരാം. അന്ന് ഈ ക്യാമറകളൊന്നും